ഹലോ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇന്ന് മോളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഭയങ്കര എന്താ പറയണ്ടേ നടത്തില്ല ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം മനസ്സിലൊരു ടെൻഷനും എന്നാ ഒരു സന്തോഷവും ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൈയൊക്കെ ദേ ഇങ്ങനെ മുറിഞ്ഞും കഷ്ടപ്പെട്ടും ഒക്കെ ചെയ്തേക്കുന്ന ഒരു ചെറിയൊരു സംരംഭത്തിന്റെ തുടക്കം അല്ലേ ഏടായി. അപ്പൊ സത്യം പറഞ്ഞാൽ അമ്മുവാണ് ഇങ്ങനെ ഉള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞു തന്നത് അല്ലേ ഏടായി. എന്തെങ്കിലുമൊക്കെ ആവട്ടെ 10 വയസ്സാക്കി നമ്മൾ കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ എന്നാണ് ഒത്തിരിയും കഷ്ടപ്പെട്ടാണേലും 10 ദിവസം ഉണ്ടാക്കണമെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ അവക്കുണ്ട്. അപ്പൊ ആ ഹെയർ ഓയിലിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ യൂട്യൂബിന്റെ ഇതുകൊണ്ടല്ല ഹെയർ ഓയിലിന്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടന്നു പോകുന്നത് എന്ന് പറഞ്ഞോണക്ക്. അതെ അതെ അതെ. അപ്പൊ യൂട്യൂബിന് ഇപ്പൊ ഭയങ്കരമായിട്ട് പൈസയൊക്കെ കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്നാവട്ടെ എന്ന് കരുതിക്കൊണ്ട് എന്നോടും കൂടെ ഒരു ഐഡിയ പറഞ്ഞു തന്നതാണ്. അപ്പൊ അവളാണ് ചെയ്യുന്നത് കേട്ടോ. അവളുടെ ഇതിൽ തന്നെയാണ് നമ്മുടെ കൊച്ചുമകളുടെ പേരിട്ട് ഒരു സംരംഭം തുടങ്ങിയിട്ട് അത് നല്ല രീതിയിൽ വിജയിച്ചു. നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ട്. അവരുടെ വീടിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമ്മൂൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒത്തിരി കാര്യങ്ങളെല്ലാം അവള് ആ വീടിന് വേണ്ടിയിട്ട് ചെയ്തു. വണ്ടി വാങ്ങിക്കാനായിട്ട് പറ്റി അല്ലേ, പിന്നെ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുത്തു. അപ്പം ഒരുപാട് കഷ്ടപ്പാടുണ്ട്, നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ നിസ്സാര ഈ 5-6 നമ്മുടെ പരിസരത്തുള്ള ചെമ്പരത്തി വെച്ചാൽ നമുക്ക് ഇവിടെ ഹൈജീനാണ്. വളവോ ഇതൊന്നുമില്ല, എല്ലാം വേലിയിലുള്ള സാധനം, എല്ലാം പ്രകൃതിയിൽ മാത്രമുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ഒരു വളങ്ങളൊന്നുമില്ല. നമുക്ക് ഇടുക്കി ജില്ലയെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെമ്പരത്തി എല്ലായിടത്തും അതിന് വേലി. അപ്പൊ അതിനകത്ത് ഇഷ്ടംപോലെ ചെമ്പരത്തിയുടെ പൂവും കായും മുട്ടും ചെമ്പരത്തിയുടെ മുട്ടും ഇതെല്ലാം കൂടെ ചേർത്ത് അല്ല, ഒരു ദിവസം വെയിലത്തിടും, പിന്നെ നമ്മൾ തണുത്ത് മെളിയിടും. അങ്ങനെ ഇട്ടാണ് നമ്മൾ ഉണക്കി പൊടിച്ച് സെറ്റ് ആക്കി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സാധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നല്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയില് നല്ല തണുപ്പ് കിട്ടും, താരം പോകും. പിന്നെ ഇത് ഉറപ്പില്ലാത്തവർക്കൊക്കെ നല്ല സുഖമായിട്ട് ഉറക്കാൻ പറ്റും. മുടിക്ക് ഷാമ്പൂ കണ്ടീഷണറും ഒന്നും വേണ്ട. കണ്ടീഷണറും ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇരിക്കും. ഇത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. യാതൊരു കെമിക്കലും ഇല്ല, ഒരു സാധനവും ഇല്ല. ഇത് ഒറിജിനൽ സാധനമാണ്, ഒരു കെമിക്കലും ഇല്ല. ഇപ്പൊ നിങ്ങൾ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് നല്ല ഉറക്കം വരും, നല്ല സുഖമായിട്ടുള്ള മറ്റേ മുടിയിലെ കാവും മുടിയിലെ താരം, പിന്നെ എണ്ണയെ കൂടെ വെക്കുമ്പോഴത്തേന് സമൃദ്ധിയായിട്ട് മുടി കൊടുക്കും. അപ്പൊ ഈ എണ്ണ വെച്ച് കഴിഞ്ഞ് താളിയിട്ട് കുളിക്കുക, അതാണ്. അതെ. അപ്പൊ വേണ്ടവരൊക്കെ അമ്മുവിന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും പായ്ക്കൊക്കെ ചെയ്ത് വെക്കണം. 1-ാം തീയതി മുതലാണ് കൊടുക്കുന്നതെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോക്ക്. അത് 1-ാം തീയതി മുതൽ ചെയ്യാന്നൊക്കെ. പക്ഷെ ഇപ്പം നമ്മള് പായ്ക്കൊക്കെ ചെയ്ത് വെക്കുവാണ്. ഉണ്ടാക്കിയ അത്രയും സാധനം നമ്മൾ പായ്ക്കൊക്കെ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ആവശ്യമുള്ളവരെല്ലാരും നാളെ മുതൽ അപ്പൂരോട് കോണ്ടാക്ട് മിഷനും ത്രാസും എല്ലാം ഞാൻ കാണിക്കാം. അപ്പൊ നമുക്കെന്നാ പാക്ക് ചെയ്യാനും ഇങ്ങനത്തെ കൊച്ചു പരിപാടിയിലോട്ടൊക്കെ പോകാം അല്ലെ. എല്ലാവരുടെ അനുഗ്രഹങ്ങളും ആശീർവാദവും സത്യം പ്രാർത്ഥനയും. കാരണം സത്യം പറഞ്ഞാൽ 10,000 പേരാവോ എന്ന് ഓർത്തോണ്ട് യൂട്യൂബ് തുടങ്ങിയാൽ ഇവിടെ വരെ കൊണ്ടെത്തിച്ച ദൈവവും നിങ്ങളും എടുത്തിരും. അതുകൊണ്ട് ഇതിനും അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ദോഷമില്ല, അതാണ് ഒരു ദോഷമില്ല. അതെ, ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു സംഭവമാണ്. പണ്ട് മുതലേ നമുക്കറിയാം, ഹൈ റേഞ്ചിലൊക്കെ താമസിച്ചവരെ എല്ലാവർക്കും അറിയാം. നാട്ടുപുറത്തും അതെ കേട്ടോ. വേലിയിലൊക്കെ കോട്ടയത്തൊക്കെ ചിലപ്പോൾ ശാന്തപ്പിച്ചിയൊക്കെ പറിച്ച് അവിടെ കൊണ്ട് ആറ്റിലൊക്കെ കുളിപ്പിക്കുമ്പോഴേ ചെമ്പരത്തിയുടെ മറ്റേ വേറെ ചെറിയ ചെമ്പരത്തി ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ നമ്മൾ കുടിക്കുമ്പോൾ ഷാമ്പു, ഒറിജിനൽ ഷാമ്പു പോലെ വരും. പൂവിരിയത്തില്ല, ഇങ്ങനെ ചെറിയ കാ മാത്രമേ. നമുക്ക് അതെല്ലാം ഇവിടെ ഉണ്ട്, വേലിയിലുണ്ട്. അത് നമ്മളിങ്ങനെ കയ്യിലിട്ട് തിരുമി കഴിഞ്ഞിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല പതയായിരിക്കും, ഷാമ്പു പോലെ. അപ്പൊ അതെല്ലാം ഉണ്ട് ഇതിനകത്ത്, മിശ്രിതമുണ്ട്, വേറെ ഒരു കെമിക്കലും ഇല്ല. പല സൈസ് ചെമ്പരത്തി, 2-3 സൈസ് ചെമ്പരത്തി ഉണ്ട് അങ്ങനെ. അപ്പൊ എന്തായാലും ഒരു ദൂഷ്യഫലങ്ങളും ഇല്ല. എല്ലാരും മേടിച്ച് ഉപയോഗിച്ച് നോക്ക്. ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും മേടിക്കുക, അത്രേ ഉള്ളൂ. അപ്പം വിലയുള്ളൂ അമ്മു പറയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. ഇരിക്കുന്ന സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ അല്ലേ. ബൈ. എന്നാ പാക്ക് ചെയ്യണ ചേട്ടായി വേണം, എനിക്കറിയത്തില്ലല്ലോ. ആദ്യം തുടങ്ങാനായിട്ട് എല്ലാത്തിനും ചേട്ടായി മുമ്പന്തി വേണം. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാവേ.
ഫസ്റ്റ് തന്നെ നമ്മുടെ താളിപ്പൊടി കാണിച്ചു തരാം. ഇപ്പം ഇത്രയും കൂടെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഉണക്കി. അപ്പം 100 ഗ്രാമിൻ്റെ 200 ഗ്രാമിൻ്റെയും പാക്കറ്റാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് അല്ലേ? അപ്പം ചേട്ടായി ഇതൊക്കെ നമ്മൾ ഒന്ന് ക്ലച്ച് പിടിക്കുവോ നല്ലതാകുമോ എന്നൊക്കെ നോക്കിയിട്ട് മേടിക്കാം ഈ മെഷീൻ എന്നൊക്കെ പറയുമ്പോൾ ചേട്ടായി കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. ഞാനേ പണ്ട് ആറ്റാലി വെച്ച് താമസിച്ചിരുന്നിട്ട് ഞങ്ങൾ സംഘത്തിൽ ചക്കവറുത്തമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ചക്ക സമയമായ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ ചട്ടുകം വെച്ചിട്ടേ മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ചട്ടുകം വെച്ചിട്ട് ഇങ്ങനെ ഉണക്കുമായിരുന്നു. ദൈവമേ എൻ്റെ മാതാവേ കാത്തേക്കണേ എൻ്റെ ഗുരുവായൂരപ്പ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒട്ടിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് സാറ് ഇതേ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് കണ്ടോ. അപ്പം എത്ര ഗ്രാമിൻ്റെ ആദ്യം തൂക്കുന്നത്? 200 ഗ്രാമിൻ്റെ ആദ്യം തൂക്കുവാണ് കേട്ടോ. ചേട്ടായുടെ ചുറ്റിനും ഒരു ഈയലാണോ ഒരു കൊതുകാണോ കിടന്ന് മറക്കുന്നുണ്ട്? ഈയല കേട്ടോ, ഈയല. ഞാൻ ചേട്ടായിട്ട് ചോദിച്ചു ഈ പ്ലേറ്റ് എന്തിനാ വെച്ചേക്കുന്നത്? 202 ഗ്രാം. അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ കുത്താനുള്ള സംവിധാനമില്ല. എന്നിട്ട് ഒട്ടിക്കാം. ഞാൻ കുറച്ച് കവറയിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചായിരുന്നു. അപ്പം ചേട്ടാ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാടിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നത്തെ ഇപ്പോൾ പാക്ക് ചെയ്തിരിക്കുന്നത്. ഏതായാലും നോക്കാം കേട്ടോ. അപ്പം 200 ഗ്രാമാണ് ചേട്ടാ എടുത്തേക്കുന്നത്. അവിടെ കടയിലേ എല്ലാ സാധനവും മേടിച്ച് ഇങ്ങനെ തൂക്കി പാക്ക് ചെയ്യുന്നതുകൊണ്ട് ചേട്ടായിക്ക് അതൊരു വശമുണ്ട്. നമുക്കത് വലിയൊരു വശം ഇല്ല. പഠിച്ചു വരണം. എല്ലാം പഠിക്കുമല്ലേ ചേട്ടായി? എന്നേലും പഠിച്ചിട്ടാണോ നമ്മളൊക്കെ വന്നത്? ഒന്നുമല്ല. അപ്പം കാണിച്ച് ഓക്കെ. അപ്പോൾ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. അല്ല ഇതിനകത്തൊന്ന് എടുത്തേന്ന് ഈ സ്റ്റിക്കർ ഉള്ളതിനകത്തൊന്ന് ഒരു സന്തോഷം, അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷം. ഞാൻ കുറച്ച് സ്റ്റിക്കർ ഇപ്പം ചേട്ടാ വന്നതിന് ശേഷം കേട്ടോ. ഞാൻ എന്തായാലും മാസ്ക് വെക്കാൻ പോവാം. കാരണം എനിക്ക് അതിൻ്റെ പൊടിയടിക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പം ചെറിയൊരു ഇത് വരും. ഈ സ്നോഫീലിയ ഉള്ളതൊരു പ്രശ്നമാണ്. അത് മാറ്റിയെടുത്തില്ലെങ്കിൽ പണി കിട്ടും. അതപ്പോൾ നമ്മൾ ബുധനാഴ്ച എടുത്ത് പോകുന്നുണ്ട്. ബുധനാഴ്ച ലീവാണ്. ആണോ? 90 ഗ്രാം 100 ഗ്രാം കറക്റ്റ്. ഇച്ചിരി കിട്ടും. നമ്മൾ കൊടുക്കുന്നവർക്ക് ആർക്കും ഒരു സങ്കടം വേണ്ട. എന്താ മാതാവേ, അങ്ങനെ കറക്റ്റായിട്ടൊക്കെ തൂക്കണമെങ്കിൽ അതേ ഒരു പ്രാക്ടീസൊക്കെ വേണം കേട്ടോ. ഏതായാലും കണ്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് ലേബൽ ഒട്ടിച്ചിട്ട് പാക്ക് ചെയ്യുന്നല്ലേ നല്ലത്. കണ്ടോ, അതാ ഞാൻ പറഞ്ഞ ലേബൽ നമുക്ക് ആദ്യം ഒട്ടിക്കാം എന്നിട്ട് പാക്ക് ചെയ്യാന്ന്. അപ്പോൾ ഇപ്പം സമയം 9 മണിയായി. പാവം എൻ്റെ ഇടയിൽ പണിയും കഴിഞ്ഞ് വന്നിട്ട് ഉള്ള പരിപാടിയാണ്. ഞങ്ങളപ്പോൾ കുറച്ച് ചെയ്ത് വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ മെഷീൻ ഉള്ളപ്പോഴേ കാണിച്ച് ഇവിടെ നിന്ന് വെച്ചത്. അപ്പം ചേട്ടാ ഇതാണ് നമ്മുടെ 100 ഗ്രാമിൻ്റെ പാക്കറ്റ്. ഇത് 200 ഗ്രാമിൻ്റെയും കേട്ടോ. അതെ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് തുടങ്ങാനുണ്ടേ. നമ്മൾ ഇത്രയുമാണ് ആദ്യ ട്രിപ്പ് പൊടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് 6 പാക്കറ്റ് 200 ഗ്രാമിൻ്റെയും 6 പാക്കറ്റ് 100 ഗ്രാമിൻ്റെതുമായിട്ട് പാക്ക് ചെയ്ത് കേട്ടോ. ചേട്ടായി പാക്കൊക്കെ ചെയ്ത് തന്നിട്ട് പോയി. അപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ആവശ്യമുള്ളവരെല്ലാം അമ്മുവിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ. അപ്പം ഇനി കുറച്ചുകൂടെ പൊടിച്ച് ഇരിപ്പുണ്ട്. അത് അടുത്ത ദിവസം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത്രയൊന്ന് നമുക്ക് നോക്കാം അല്ലേ? എന്തായാലും ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. നന്നായിട്ട് വരും എന്ന് ദൈവത്തിൻ്റെ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം അല്ലേ? ഞാനുണ്ടല്ലോ ഇന്നലെ ചേട്ടായി നമുക്കിങ്ങനെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കടയിൽ നിന്ന് മെഷീനും ഓട്ടിക്കുന്ന സാധനമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഈ വെയിറ്റ് ചുമന്നുകൊണ്ട് പോകണ്ടേ. ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് വന്ന് ഫോട്ടോയൊക്കെ ഇടാൻ വന്നേ. അപ്പോൾ രാവിലെ ചേട്ടനെ കൊണ്ടുവിടാനൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഉപ്പുകരയ്ക്ക്. അതൊക്കെ കഴിഞ്ഞ് വന്ന് അത്യാവശ്യം ഇച്ചിരി നമ്മുടെ വീട്ടിലത്തെ രാവിലത്തെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ
ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഷർട്ടൊക്കെ ഇടുക. എന്തിനാണെന്നറിയോ? അല്ലേലേ നമ്മുടെ കൈയൊക്കെ വെയിലായി കേട്ടോ. 8:45 9:10 മിനിറ്റ് ഇവിടെ. അപ്പോൾ രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ പക്ഷെ പറ്റിയില്ല. അപ്പം ഞാൻ ചെമ്പരത്തി ഇലയും പൂവും മൊട്ടും ഒക്കെ പൊട്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ഉണക്കി അത്രയും നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ പറയുന്നത്, ബാക്കി ഉള്ളത് പോയി പറിച്ചുകൊണ്ട് വന്നാലും അതൊക്കെ ഒന്ന് പോയി ചെയ്ത് സെറ്റാക്കി ഇട്ട് വരാം. അല്ലേ? അയ്യോ, ഇതിൻ്റെ ഒരു കയ്യ ബട്ടൺസ് ഇല്ല. ഉള്ളത് ഇട്ട് വെക്കാം അല്ലേ? എന്നാന്നറിയോ, ഈ ഇങ്ങനെ പറിക്കുമ്പോഴത്തേക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ പുഴുവൊക്കെ കാണുമേ. പുഴുവും കേടും ഒക്കെ ഉള്ള ഇല അവിടുത്തെ തന്നെ ഞാൻ നിർത്തി അല്ലെങ്കിൽ പറിച്ച് മാറ്റി കളഞ്ഞിട്ടൊക്കെ ചെയ്യുന്നത്. പിന്നെ മണ്ടേ കൊണ്ടിട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് നോക്കും കേട്ടോ. എല്ലാം നോക്കി എന്തെങ്കിലും കേടോ ചുക്കിരിയോ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഇലകളൊക്കെ പെറുക്കി മാറ്റി കളഞ്ഞതിന് ശേഷമാണ് ഉണങ്ങാനിടുന്നത് താഴെ കേട്ടോ. അങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പം എന്തായാലും പോയിട്ടൊക്കെ വരാം. ഇന്ന് നല്ല പണിയൊക്കെ ഉള്ള ദിവസമാണ്. നല്ല വീഡിയോ ആയിരിക്കും. എല്ലാവരും ബിസി ആയിട്ടൊക്കെ പോയി കണ്ടു കേട്ടോ. ഇന്ന് പോയി ഇപ്പം രാവിലെ പറിച്ചിട്ടുണ്ടോ കേട്ടോ. അത് ഇന്നലത്തേനെ പൂവൊക്കെ വാടി അതിന് ഭാഗത്തായി പോയി കേട്ടോ. കണ്ട പെട്ടെന്ന് അറിയത്തില്ല, ചുങ്ങി പോവും, വേറെ കളറാവും. ഇതിപ്പോൾ പോയി പറിച്ചുകൊണ്ട് വന്നതാണേ. അടിപൊളിയാട്ടോ. ഇനി വെയിലത്തോട് നിരത്തി ഇടട്ടെ. കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ. അപ്പം ഇനി ഇവനെ ഞാനൊന്ന് നിരത്തി ഇടട്ടെ, വെയിൽ കൊള്ളിക്കട്ടെ. അപ്പം നമ്മുടെ അവിടുത്തെ വഴിയിലേക്ക് കഴിഞ്ഞു. അവിടെയൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട് ശീല ചേച്ചിയിലേക്ക് അവിടെ. പക്ഷെ വെയിലവിടെ. അപ്പം കുഞ്ഞിട്ടുകാലി കയറി പോകുന്നു. അവിടെ ഭയങ്കര വെയിൽ. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ ഇച്ചിരി തണലുണ്ട്, അപ്പോൾ ഇവിടുന്ന് പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കുഞ്ഞാഞ്ചാൻ്റെ ഏരിയ. ഒത്തിരി പൊക്കത്തിലോടുണ്ട്, പക്ഷേ പൊക്കത്തിലോട് എനിക്ക് എത്തത്തില്ലല്ലോ. ചുവട്ടിലുള്ളതൊക്കെ കുറച്ച് പറിച്ചെടുക്കാം. സതീശൻ ചേട്ടൻ അനീഷിൻ്റെ അടുത്തോടെ താഴെ നിൽപ്പുണ്ടേ. ഇത് എന്നതിനാന്ന് പറ, ഇതെന്നാ സാധനമാന്ന് പറ, ഇത് എന്തിനു വേണ്ടി ചെയ്യുവാന്ന് പറ. 2, 3, 4, 5 പ്രാവശ്യമായി കേട്ടോ. ഇപ്പോൾ പുറകെ നടത്തി ചോദിച്ചോണ്ട് കിടപ്പുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കും ഇത് എന്നതിനാ സിന്ധു, ഇത് എന്നതിനാ ഇതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാതിരിക്കും കേട്ടോ. ഇതൊരു സംഭവമാണ്. മെഴുക്കുവ സംഭവമാണ് കേട്ടോ. ഇത് കണ്ടോ, മുളക് ചതച്ചപ്പോഴേ ഒരു മുളക് എന്നെ കാണിച്ചിട്ടും ചതയുന്നില്ല. അപ്പം ഞാൻ ഓർത്തെന്നാ അവൻ അങ്ങനെ തന്നെ കിടക്കുന്നതെന്ന് വിചാരിച്ചു കേട്ടോ. ഇതേ ചേന വേവിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പം മുളകും ഉള്ളി കറിവേപ്പിലയും കൂടെ ഇട്ട് മുഴിപ്പിച്ചിട്ട് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യണം കേട്ടോ. അന്നേരമാണ് ഇതിൻ്റെ ചേട്ടായുടെ ഇഷ്ട കറികളിൽ ഒന്നാണ് കേട്ടോ ഇത്, ചേന മെഴുക്കുവരട്ടി. വേഗം ചെയ്യണം, എന്നാൽ നന്നായിട്ട് ഇങ്ങനെ ഇച്ചിരി എന്നാ പറയുന്നത് ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യണം. ഭയങ്കര ഇഷ്ടമുള്ള ഇതാട്ടോ. പക്ഷെ ഇതിനൊക്കെ കണ്ടമാനം എണ്ണയാവുന്നേ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കത്തില്ലേ. പക്ഷേ ചേട്ടാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. ആ ഒരു മുളക് നോക്കി അങ്ങനെ തന്നെ കിടക്കുന്നത്. ആവട്ടക്കടക്കട. അപ്പം എന്തേ നല്ല അടിപൊളി ചേന മെഴുക്കുണ്ടോ. ചെറിയ തീയൽ ഇച്ചിരി നേരം കൂടെ അങ്ങനെ അടച്ചു വെക്കുവേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കും. എന്നിട്ടൊന്ന് എന്നാ പറയുന്നത്, ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മുരിയുന്നതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ എപ്പോഴും ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. പിന്നെ ചേന മറ്റുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ല സാധനമല്ലേ. ചേന ഞാൻ എന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ ചെത്തി കഴുകി കുറച്ച് വെള്ളവും ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് വേവിച്ചു. എന്നിട്ട് ഉള്ളിയും മുളകും ചതച്ചു. എന്നിട്ട് കറിവേപ്പില എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിനകത്തോട്ട് തട്ടി ഇളക്കി. അത്രേ ഉള്ളൂ കേട്ടോ. ഉപ്പിട്ട് സൂപ്പറാണ് കേട്ടോ. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേ. അപ്പം ഇനി ഒന്നുകൂടെ ഇച്ചിരി കഴിയുമ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇച്ചിരി നേരം കൂടെ ഇരിക്കട്ടെ. പിന്നെ നല്ല ആറ്റുവാള മീൻകറികളിൽ ഇതേ കൂട്ടുന്നുള്ളൂ ചേട്ടാ ഇപ്പം. അപ്പോൾ നല്ല ആറ്റുവാള മേടിച്ച് കറിയും വെച്ച് വെച്ചു. അപ്പോൾ ഇന്ന് ചേട്ടായിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതെന്നാന്നറിയോ, പുന്നെല്ലിൻ്റെ അരി, കുത്തരി. അത് നല്ലതാണ് അപ്പത്തിന് ഒക്കെ കേട്ടോ. പുട്ടിനും ഒക്കെ നല്ലതാണ്. ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് ഇട്ടതാണേ. പിന്നെ തേങ്ങ എടുത്തു, ഇത് കണ്ടോ, ഈസ്റ്റ് എടുത്തു, പഞ്ചസാര എടുത്തു, ചോറെടുത്തു. എന്നിട്ട് ഇവനെ മിക്സിക്കകത്ത് അരച്ച് വെക്കണം. നല്ലതായിട്ട് അരച്ച് വെക്കണം. ഒത്തിരി ഓവർ വെള്ളം ഒഴിക്കാതെ. എന്നിട്ട് കള്ളപ്പത്തിന് മറിച്ച് ഇട്ട് ചുട്ടാൽ സൂപ്പറാണ് കേട്ടോ. വരുന്ന വരവുണ്ടോ ഓടി, 4 കാലം കുറച്ച് ഓടി. എന്നാണ് നീ അങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്? ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെവിടെ നീ കുഞ്ഞു നിക്കറൊക്കെ കിട്ടിയേ? ആര്യൻ്റെയോ? ആരെയും കാണാതെ എടുത്താണോ? ആണോ? ഞാനേ നീ വന്നപ്പോ ക്യാമറ ഓണായത്. ആരാ വരുന്നതെന്ന് ക്യാമറ ഓണാവുന്നാ? അയ്യോ കണ്ടോ? പോകുന്നുണ്ടോ വരുന്നുണ്ടോ? അതെ സുനിപ്പ നോക്കുന്ന ഇതാരാ വന്ന് സിന്ധുമ്മേനെ വഴക്കുണ്ടാക്കുന്നുണ്ടോ അതോ കൂടുവാണോ എന്നൊക്കെ നോക്കുന്ന.
ഞാനേ ഒരു സൂത്രം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായി മുറ്റത്തോട്ട്. എന്നാന്നറിയോ, ഞാൻ കാണിച്ചു കൊടുക്കാവേ. ഇനി മുതൽ നമുക്ക് ഒന്നും കറി വെക്കാനില്ലാത്തപ്പോൾ എന്തേ മിറ്റത്ത് നിന്ന് കപ്പളങ്ങത്തോരം വെക്കാം കേട്ടോ. മിറ്റത്ത് നിന്ന് എനിക്ക് പറിച്ചെടുക്കാവേ. ഏതായാലും ഞാൻ തൈ വെച്ച് നട്ടാ. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ സ്വന്തമായിട്ട് നട്ട് പിടിപ്പിച്ചതേ എന്തൊരു സാധനം ഉണ്ടായാലും നമുക്കൊരു സന്തോഷമെന്ന് പറയല്ലേ. അപ്പം എന്തേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതുണ്ട് അവിടെ ഒരു കുഞ്ഞ് കപ്പളാവാഴയുടെ ഇടയിൽ കൂടെ കണ്ടോ, കാണിച്ചു തരാവേ. കണ്ടോ, അത് ചേട്ടായി പിന്നെ ഒരു ഓറഞ്ച് കളർ കൊണ്ടുവന്നാ കേട്ടോ. അതേലും 1-2 ചെറുതുണ്ടായിരുന്നു, പക്ഷെ അത് ശരിക്കായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരെണ്ണം കയറി വരുന്നുണ്ട് കേട്ടോ. ഇതേലും കുഞ്ഞായിട്ട് കപ്പളങ്ങ പിടിച്ച് വരുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ എനിക്ക് ഇനി മുതൽ മിറ്റത്ത് നിന്ന് കപ്പളങ്ങ കുറച്ച് തോരൻ വെക്കാം. കപ്പളങ്ങ പഴം തിന്നാം. പഴമാകുമ്പോൾ പറിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ആണോ, എന്നാൽ നമുക്ക് പഴുക്കുമ്പോൾ പറിച്ച് തിന്നാം. നല്ല രസമുണ്ടോ കാണാൻ? ആണോ, ഞാൻ ദേ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതാ കേട്ടോ എൻ്റെ ഈ കണ്ണാടി. അപ്പം വൈൻഡപ്പ് ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ മുട്ട, പൂവിൻ്റെ മുട്ട ഉണ്ടാകുന്ന. ഇത് കണ്ടോ, ഇത് വെട്ടാന്ന് പ്ലാൻ ഇട്ടപ്പോഴത്തേനും ഉണ്ടാവുന്ന മുട്ട നോക്കി എങ്ങനെ വെട്ടിക്കളയും. ഇത് കണ്ടോ, നിറച്ച് മുട്ടെന്ന് വെച്ചാൽ നിറച്ച് മുട്ട ഉണ്ടായിക്കോട്ടെ. അതെങ്ങനെ വെട്ടിക്കളയും? ഒരു വാലല്ല, മുട്ടാടിയത് വിരിഞ്ഞു വരുന്ന പൂവ്, വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. സെയിം അപ്പുറത്ത് ചെയ്യുമ്പ നമ്മുടെ മണിപ്ലാന്റൊക്കെ വളർന്ന് ഇച്ചിരി കുഞ്ഞു മണിപ്ലാന്റൊക്കെ വളർന്ന് ഇങ്ങോട്ടേക്ക് ചാടി. ഇവന് അത് കണ്ടോ, അത് തുളയുള്ളതാ കണ്ടോ, എല്ലാ ഇലയിലും തുളയോ. അതേലൊക്കെ തുളയുണ്ട്. ഈ മണിപ്ലാന്റ് നമുക്ക് കട്ട് ചെയ്തൊന്ന് വേറെ ഒരു പാത്രത്തിൽ വെക്കണം. ഇനി ഇതിനൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തില്ല. എന്നാ നീ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ? 5-6 പയറൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്ന് കിളത്ത് വരുന്നുണ്ട്. ഏത്? അത് ചെത്തിപ്പൂ. എന്നാ അത് ചെത്തിപ്പൂ, ചെത്തി, മന്ദാരം, തുളസി. എന്നാക്കിയ തുളച്ചി അല്ല, തുളസി. തുളസി തുളച്ചി ഇങ്ങനെയല്ലോ ആട്ടെ. ഇത് നല്ലാണോടി? ഇത് നല്ലാണോ? അതോ ഏത്? അതും നല്ലതാണോ? എന്നാ ഒരു വൈൻഡപ്പ് പറഞ്ഞേ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. സന്ധ്യ വൈകുന്നേരമായി, വിളക്കൊക്കെ കത്തിക്കട്ടെ. അപ്പോൾ കല്യാണിക്കുട്ടി ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കയറി വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമന്റ് വിടുക, ബെൽബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. കൊച്ചിന് അറിയത്തില്ല കേട്ടോ.